മത്സരാർത്ഥികളുടെ സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. വളരെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് കുറച്ച് സമയം തരൂ, വെള്ളിയാഴ്ച വരെയെങ്കിലും എനിക്ക് സമയം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഞാൻ കമ്മിറ്റഡ് ആണ്, പുറത്ത് അത് ഗബ്രിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ കരയുന്നുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളിങ്ങനെ ആക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ജാസ്മിൻ കരയുന്നതൊക്കെ, ജാസ്മിൻ ഇപ്പോൾ ആകെ തകർന്ന ഒരവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പുറത്ത് ഇത്രയും നെഗറ്റീവാണ് എന്ന് വിചാരിച്ച് അറിഞ്ഞുകൊണ്ട് വീട്ടുകാർ ഇത്രയും അനുഭവിച്ചു എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിന് അത് ഉൾക്കൊള്ളാനായിട്ട് ഒട്ടും കഴിയുന്നില്ല. തങ്ങൾക്ക് പുറത്ത് നല്ല പോസിറ്റീവ് ആയിരിക്കും എന്നാണ് അവർ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. ഇത്രമാത്രം നെഗറ്റീവാണ് ഞങ്ങൾക്ക് എന്നറിഞ്ഞതിന് ശേഷം അതുപോലെ തകർന്ന അവസ്ഥയിലാണ് ജാസ്മിനും ഗബ്രി ഇരിക്കുന്നത്. ജാസ്മിൻ കരഞ്ഞ് എഴുന്നേറ്റ് പോയതിന് ശേഷം ഗബ്രിയും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അപ്പോഴും പക്ഷേ കുറ്റം മുഴുവൻ 16 മത്സരാർത്ഥികൾക്കാണ്. നിങ്ങൾ 16 പേർ ചേർന്ന് ഞങ്ങൾക്ക് പുറത്ത് നെഗറ്റീവാക്കി, നിങ്ങൾ അവിടെ ഇവിടേക്ക് ഇരുന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞ് ഞങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് അത്രയും നെഗറ്റീവ് ഇമേജ് ഉണ്ടായി, അവളെ വീട്ടുകാർ അനുഭവിച്ചത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഗബ്രി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നത്. എന്തായാലും രണ്ടുപേരും മാനസികമായി അത്രയും തകർന്ന അവസ്ഥയിലാണ്. ബിഗ് ബോസ് വീട്ടിൽ ഇനി അവരെങ്ങനെ തുടരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി അവരെങ്ങനെ ഗെയിം കളിക്കുന്നു, അവരുടെ ഗെയിം പ്ലാൻ എന്താണ്, ഇനി അവർ തുടരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. പുറത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന 2 മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും. അവർ വീടിനുള്ളിൽ ഇനി എങ്ങനെ തുടരുന്നു എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്.